ഹലോ, ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ആയാലോ? അരിയുണ്ടയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം. നെയ്യിൽ വറുത്ത് കോരിയ പച്ചരിയാണിത്. നെയ്യിൽ തന്നെ വറുത്ത് കോരി മാറ്റിയ കപ്പലണ്ടിയും ഉണ്ട്. പിന്നെ കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടെ നെയ്യിൽ തന്നെയാണ് വറുത്ത് മാറ്റിയത്. പിന്നെ തേങ്ങ ചിരകി വറുത്ത് എടുത്താണ്. അതിൻ്റെ കൂട്ടത്തിൽ ഏലക്കയും കൂടെ ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കര പാനിയാണ്. ഇത് തേങ്ങയാണ് കേട്ടോ. തേങ്ങ നമ്മൾ ഈ ഒരു പരുവത്തിലാണ് വറുത്തെടുക്കേണ്ടത്. പിന്നെ നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് കോരിയ കപ്പലണ്ടി ക്രഷ് ചെയ്തതല്ല, അരച്ചെടുത്തതാണ്. പിന്നെ അരിയുമാണ്, പൊടിച്ച അരിയുമാണ്. ഇത് മൂന്നിൻ്റെയും കൂടെ നേരത്തെ നമ്മൾ വറുത്ത് കോരിയ നെയ്യോട് കൂടെ തന്നെ കുറച്ചൊരു നെയ്യ് കൂടുതൽ വേണം കേട്ടോ. എന്ന് വെച്ചാൽ കുറച്ചൊന്ന് നെയ്യ് വേണം, എങ്കിലേ ആ ഒരു മണം വരത്തുള്ളൂ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക, നല്ലതുപോലെ മിക്സ് ചെയ്യണം. അതായത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് മിക്സ് ചെയ്യണം എല്ലാ ഐറ്റങ്ങളും. ഞാനിത് നാട്ടിൽ വന്നതിന് ശേഷം ഉമ്മച്ചിയെ കൊണ്ടുണ്ടാക്കുന്ന രണ്ടാമത്തെ റെസിപ്പിയാണ് ഇത്. ഞാൻ വീട്ടിൽ ഉമ്മച്ചി എല്ലാം ഉണ്ടാക്കാറുണ്ട്. എല്ലാ സംഭവങ്ങളും എല്ലാവർക്കും ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയ ദിവസം തന്നെ എൻ്റെ കസിൻ വന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. എന്തായാലും പിന്നെ നമ്മൾ ശർക്കരപ്പാനി ചൂടോടെ തന്നെ ഈ ഒരു മിക്സിലോട്ട് ഏത് ഭാഗത്താണോ നമ്മൾ ഉണ്ട ഉരുട്ടാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഭാഗത്ത് മാത്രം ഒഴിച്ച് നല്ലതുപോലെ ചൂട് വേണം. അതുകൊണ്ട് ആദ്യം കൈയൊന്നും പൊള്ളാതെ സ്പൂണ് വെച്ചൊന്ന് ഇളക്കി ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് പോയതിന് ശേഷം അതൊന്ന് ഉണ്ട ഉരുട്ടി മാറ്റുക. അല്ല എങ്കിൽ നമ്മുടെ തണുത്തിട്ടാണ് ശർക്കരപ്പാനി ഒഴിക്കുന്നതെങ്കിൽ നമ്മുടെ ആ ഒരു ഉണ്ടയ്ക്ക് ആ ഒരു ഷേപ്പ് കിട്ടത്തില്ല, പൊടിഞ്ഞു പോവുകയും ചെയ്യും. ഇത് ചെറിയൊരു ഹാർഡും കാണും, നല്ല സോഫ്റ്റും ആയിരിക്കും. അതായത് നമ്മൾ കടിച്ചാൽ ഈ അവലോസുണ്ട പോലെയൊന്നും അല്ല, വേറൊരു ടെക്സ്ചർ അല്ല, അത്ര ഹാർഡല്ല, അവലോസുണ്ടയുടെ അത്ര ഹാർഡല്ല. എന്തായാലും ഈ ഒരു പരുവത്തിലാണ് ഉരുട്ടിയെടുക്കേണ്ടത്. നല്ലൊരു റെസിപ്പിയാണ്, ട്രൈ ചെയ്യണേ.